ഈ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ കോമഡികളും ഇത്ര വലിയ ട്രാജഡികളും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പം ഇതിൽ മുഴുനീളെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ വട്ടവടയുടെ ഗേറ്റിൻ്റെ അവിടെ വന്നു. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ താണ്ട് വട്ടവട പഞ്ചായത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കയറുമ്പോഴത്തേനും അവർ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തരും. ഈ ഫോറസ്റ്റ് ഏരിയ വരുമ്പോഴത്തേനും പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അതായത് നമ്മൾ ഇറങ്ങി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല. റണ്ണിങ്ങിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ കാഴ്ചകൾ കാണുകയും ഫോട്ടോസ് എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം. പിന്നെ അവർ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ആണോ അതോ തിരിച്ചു വരുമോ എന്ന്. കാരണം രാത്രി സഞ്ചാരം ഈ ഫോറസ്റ്റ് ഏരിയ കൂടെ പറ്റത്തില്ല. കാരണം വന്യമൃഗങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അവർ അതിനും അലോ ചെയ്യത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വട്ടവട ഈ റൂട്ട് പോകുന്നത്. ഞാൻ റീൽസിലൊക്കെയോ ദേ ഈ കാണുന്ന ഈ റോഡും ഈ രണ്ട് വശങ്ങളിലെ മരങ്ങളും കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകണം എന്നുള്ളത്. അവസാനം അങ്ങനെ ഞാൻ അത് സാധിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ വട്ടവട പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. ഈ മെയിൻ റോഡിൽ കയറിയപ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കരമായിട്ട് ഇടുങ്ങിയതാണ് കേട്ടോ. രണ്ട് വണ്ടി ാണ് പോകുന്നത്. നമ്മൾ കുറേ നേരം അവിടെ കുടുങ്ങിക്കിടന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ചൊക്കെ ഒരു വിധത്തിൽ നമ്മളിത് ആ റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ചെറിയൊരു അമ്പലവും ഒരു ഇങ്ങനെ അരുവി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചാലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യൂ കണ്ടപ്പോഴത്തേനും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ആ കുഞ്ഞ് അമ്പലവും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന ഈ ഒരു ചാലും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞങ്ങൾ പതിയെ വണ്ടി നിർത്തിയിട്ട് നടക്കുകയാണ്. കാരണം റോഡ് പണി അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാറായിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അപ്പം പകുതി വരയ്ക്കും നമ്മൾ നമ്മുടെ സാധനം എല്ലാം പൊക്കിയെടുത്തിട്ട് നടന്ന് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെട്ടിയും തൂക്കി നടക്കുകയാണ്. ആൽബിനാണ് പെട്ടിയൊക്കെ തൂക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ആൽബിനും എടുക്കുമ്പോൾ ഞാനും എടുക്കും. പെട്ടിയും ചുമന്ന് പുറകെ വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൽബിൻ ഒരു ഹായ് പറയൂ. അപ്പോൾ അവിടുത്തെ ഒരു പയ്യൻ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ സ്കൂട്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൽബിനെ ആദ്യം കൊണ്ടുപോയി എന്നിട്ട് ആൽബി സ്കൂട്ടറായിട്ട് തിരിച്ചിറങ്ങി വരാമെന്ന് പറഞ്ഞു. കാരണം അങ്ങോട്ട് വലിയൊരു കയറ്റമായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തെത്തി. അയ്യോ, കണ്ടപ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഏതോ സ്വപ്നലോകത്തിൽ വന്ന് നിൽക്കുന്ന കണക്കൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ആംബിയൻസും അവരുടെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞങ്ങൾ ടെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഹട്ട് ഉണ്ടായിരുന്നു, ബഡ് ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അകത്തിരിക്കാണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നടന്നു. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം പറയണല്ലോ, അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീയൊക്കെ കൂട്ടി കുറച്ച് നേരം തീ കായാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. ഇവിടെ നമ്മളെ സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഒക്കെ രണ്ടാളുകളുണ്ട് കേട്ടോ. 2 പയ്യന്മാരാണ്. അവരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനിയായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. സ്വർഗമാണ് മക്കളെ, സ്വർഗമാണ്. സത്യത്തിൽ ഇതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഈ ഒരു ഉമ്മയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. സത്യത്തിൽ നമ്മൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങണം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ മഴച്ചാറ്റിലൊക്കെ കാണാൻ നമ്മൾ കുറേ താമസിച്ചേ. ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം എഴുന്നേറ്റ് വന്നപ്പം കണ്ടില്ല, അവിടെ നോക്കുമ്പോൾ അറിയാം ഭയങ്കര കോടയായിരുന്നേ. ഭയങ്കര കോടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോടയായിരുന്നു. നമുക്ക് ആ മലയുടെ അവിടെയും അല്ലെങ്കിൽ താഴ്ഭാഗത്തുള്ള വീടുകളോ ഒന്നും കാണത്തില്ലായിരുന്നു. നല്ലൊരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം നല്ല തണുപ്പ്, ചെറിയ ചാറ്റൽ മഴ. അങ്ങനെ ഇതിന് വേണ്ടിയിട്ടേ നന്നായിട്ടാരോ തല പുകച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, തട്ടായിട്ടാണ് ഇവിടെ മിക്കയിടത്തും ഈ ഭൂമി. അപ്പോൾ ഞാനവിടെ ചോദിച്ചറിഞ്ഞത് വെച്ചിട്ട് അവർ പറഞ്ഞത് പ്ലെയിനായിട്ട് കിടന്നൊരു സംഭവമായിരുന്നു. പിന്നെ അവർ അതിനെ തട്ടാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഈ ചെടികളും പൂക്കളും പിന്നെ ഈ മുളയും ഒക്കെ കൊണ്ടാക്കി വെച്ചതാണെന്നാണ് പറയുന്നത്. അപ്പം ഇവരിതൊക്കെ പറയണത് ഇത് ഇവിടുന്നു എന്നുള്ള സാധനങ്ങളോ തടികളോ ഒന്നും അല്ല, ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതെന്ന്
ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. കാരണം നമുക്ക് വെറുതെ വന്നു പോയാൽ പോരല്ലോ, ഇതിൻ്റെ പുറകിൽ അവർ ചെയ്ത വർക്കുകൾ ഒരുപാടുണ്ടെന്ന് അത് ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇത് അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് ടൈമിലേക്കൊക്കെ ഒന്ന് പോയി കേട്ടോ. കാരണം ഹണിമൂണാണല്ലോ, അപ്പോൾ റൊമാൻസ് എന്തായാലും വേണം. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നമുക്കത് നടന്നില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് മഴ കഴിഞ്ഞിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. മഴ കഴിയുമ്പോൾ ഒരു കോട ഇറങ്ങുമല്ലോ, ആ ഒരു സീനാണ് ഇതാ ഇപ്പം ഈ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടപ്പോഴത്തേനും എനിക്ക് പറഞ്ഞറിയാം. ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ആൽബിൻ ആദ്യം ഇതേ പെട്ടിയും തൂക്കി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടാ, ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. അവനിവിടെ വളർന്ന് ജീവിച്ച് വരുന്ന ആളാണ്. അപ്പം ഇവനാണ് ഇവിടുത്തെ മെയിൻ താരം. കാരണം നമ്മളെയൊക്കെ ഈ രാത്രിയിലൊക്കെ സംരക്ഷിക്കുന്ന അവനാണ്. കണ്ടാതെ അവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഇനി ഞാൻ കാണിക്കുക എവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കണേന്. ഐഫോണിൻ്റെ ഒക്കെ ഒരു പവറേ. ഈ വീട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറയണേ. ഇത് നമ്മുടെ രക്തസാക്ഷി അഭിമന്യുവിൻ്റെ വീടാണ്. അപ്പം അവിടെയാണെങ്കിൽ ആളുടെ ഒരു സ്മാരകം പോലൊരു സംഭവം കൂടെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നേരെ പോകുന്നത് സ്ട്രോബെറി ഫാമിലേക്ക്. കാഴ്ചകൾ കാണാം അടുത്ത വീഡിയോയിൽ.